മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹര സുദുരിതം ദുർഗേ നമസ്തേംബികേ. ഇനി ദേവി മഹാത്മ്യം തുടരുകയാണ്. ദേവി ദൂതനായിട്ട് ശിവനെ അസുരന്മാരുടെ അടുത്തേക്ക് സുംഭനിസുംഭന്മാരുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് സുംഭനിസുംഭന്മാരോട് ശിവൻ ആ ദേവിയുടെ ദൗത്യം പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ പറഞ്ഞയച്ചു. അതായത് ദേവന്മാർക്ക് ത്രിലോകം ഇന്ദ്രൻ തന്നെ അനുഭവിക്കാറാക്കണം. അത് യാഗങ്ങളുടെയൊക്കെ ഹവിസ് അവർക്ക് കഴിക്കാറാവണം, അവർക്ക് എന്നെ സ്വീകരിക്കാറാവണം. നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കോളൂ, അതല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെട്ടോളൂ. നിങ്ങളുടെ ശരീരം, ആ മാംസം എൻ്റെ കുറുനരികൾ ഭക്ഷിച്ചോട്ടെ, യുദ്ധത്തിന് പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അസുരന്മാർക്ക് വളരെ കോപം വന്നു എന്നാണ് പറയുന്നത്. തേപി ശ്രുത്വാ വചോ ദേവ്യാ സർവാഖ്യാതം മഹാസുരാ അമർഷാപൂരിത ജഗ്മുറിയത്ര കാർത്യായനീ സ്ഥിത. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഈ അസുരന്മാർക്ക് വലിയ കോപം വന്നു എന്നാണ്. തേപി അവരാകട്ടെ ശ്രുത്വാ വചഃ ദേവ്യാഹ വചഃ ശ്രുത്വാ ദേവിയുടെ ആ വാക്കുകൾ കേട്ടിട്ട്, വചഃ വാക്ക്, ദേവിയുടെ വാക്കുകളെ കേട്ടിട്ട്, സർവാഖ്യാതം സർവനാൽ പറയപ്പെട്ടതായ, സർവനാണല്ലോ ദേവിയുടെ വാക്കുകളാണെങ്കിലും ദൂതനായിട്ട് അവിടെ ചെന്നിട്ടുള്ളത് സർവനല്ലേ, ആ സർവൻ ശിവൻ, ആ ശിവനാൽ പറയപ്പെട്ടതായ ദേവിയുടെ വാക്കുകളെ കേട്ടിട്ട്, സർവാഖ്യാതം സാഖ്യാതം പറയപ്പെട്ട, സർവനാൽ പറയപ്പെട്ടതായ ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട്, മഹാസുരാഹ ആ അസുരന്മാർ, അമർഷാപൂരിതാഹ അമർഷം കൊണ്ട് ആപൂരിതരായിട്ട് നിറഞ്ഞിട്ട്, അതായത് നല്ലപോലെ കോപം വർദ്ധിച്ചതായ കോപത്തോടു കൂടി ജഗ്മുഹു യാത്രയായി. എന്തിന്? എത്ര കാർത്യായനി സ്ഥിത, കാർത്യായനി നിന്നിരുന്നതായിട്ട് സ്ഥലത്തേക്ക് എല്ലാവരും കൂടി ചെന്നു എന്നാണ്. തഥ പ്രഥമമേവാഗ്രേ ശരശക്തുഷ്ടിവൃഷ്ടിഭിः വവർഷുദ്ധതാമർഷാസ്താം ദേവീമരാദയഃ. തതഃ അനന്തരം പ്രഥമമേവ അഗ്രേ ആദ്യം തന്നെ, മുമ്പിൽ തന്നെ, അതായത് പ്രഥമമേവ ആദ്യം ഇവരാണ്, അസുരന്മാരാണ് അസ്ത്രം തുടങ്ങിയത് എന്നുള്ളതാണ്. പ്രഥമമേവ അഗ്രേ മുമ്പിൽ തന്നെ ആദ്യമായി ശരശക്തിഷ്ടി വൃഷ്ടിഭിः ശരങ്ങള്, ശക്തികള്, വൃഷ്ടി ഇവയുടെയൊക്കെ വർഷം കൊണ്ട് വൃഷ്ടിഭിः ശരങ്ങള്, ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേല്, വൃഷ്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു ആയുധമാണ്. അതായത് വാള്, രണ്ട് തലക്കിലും ഇതുള്ളതായിട്ടുള്ള വാള് എന്നൊക്കെ ഉണ്ട് ഡിക്ഷണറിയിൽ. എന്തായാലും ആയുധവിശേഷങ്ങളാണൊക്കെ. ശരശക്തി വൃഷ്ടിഭിः ഇവയൊക്കെ വർഷിച്ചുകൊണ്ട്, വവർഷുഹു ഉദ്ധതാമർഷാഹ ഉദ്ധതമായിട്ടുള്ള അമർഷത്തോടുകൂടി, കോപത്തോടുകൂടി ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള വൃഷ്ടികളെ കൊണ്ട് വർഷിച്ചു എന്നാൽ ഇങ്ങനെ വൃഷ്ടി ചൊരിഞ്ഞു എന്ന് തന്നെ. താം ദേവീം അമരാരികൾ, അമരന്മാരുടെ ദേവന്മാരുടെ ശത്രുക്കളായ ആ അസുരന്മാർ ആ ദേവിയെ ഇപ്രകാരം വർഷിച്ചു, ആയുധങ്ങളെ കൊണ്ട് വർഷിച്ചു എന്നാണ്. ഇനി സാച തൽപ്രഹിതൻ ബാണൻ ശൂലശക്തി പരശ്വധൻ ചിച്ഛേദ ലീലയാത്മാതനുർമുക്തൈർമഹേഷുഭിः. സാച അവളാകട്ടെ, ആ ദേവിയാകട്ടെ, തൽപ്രഹിതാൻ അവർ അയച്ചതായ, ആ അസുരന്മാർ അയച്ചതായ ബാണങ്ങളെയും, ശൂലശക്തി പരശ്വതാൻ ശൂലങ്ങള്, ശക്തികള്, പരശ്വതങ്ങളൊക്കെ ആയുധവിശേഷങ്ങൾ. പരശ്വതം എന്ന് പറയുമ്പോൾ മഴു ആണ്. മഴു തുടങ്ങിയിട്ടുള്ളതായിട്ട് അനവധി ആയുധങ്ങൾ ഇവർ പ്രയോഗിച്ചിട്ടുണ്ട്, വർഷിച്ചു എന്ന് പറഞ്ഞുല്ലോ. അങ്ങനെ ബാണാൻ ശൂലശക്തി പരശ്വതാൻ, ബാണങ്ങൾ, ശൂലങ്ങള്, ശക്തികള്, പരശ്വതങ്ങൾ തുടങ്ങിയതായിട്ടുള്ള ആയുധങ്ങളെല്ലാം തന്നെ ഛേദിച്ചു. എങ്ങനെ? ലീലയാ, വളരെ ലീലയായിട്ട്, നിസ്സാരമായിട്ട്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് അതിനെയൊക്കെ ഛേദിച്ചു എന്നാണ്. ലീലയാ ആത്മാത ധനുർമുക്തൈർ മഹേഷുഭി ആത്മാതമായ, അതായത് വിടർത്തിയതായിട്ടുള്ള എന്നുള്ളതാണ്. അതായത് ധനുസ് വലിച്ചതായിട്ടുള്ള ധനുസ് എന്നുള്ളതാണ്.
അങ്ങനെയുള്ളതായിട്ടുള്ള ആ ധനുസ്സിൽ നിന്ന് മുക്തങ്ങളായ മോചിപ്പിക്കപ്പെട്ടതായ മഹേഷുഭി വലിയതായ അസ്ത്രങ്ങളെ കൊണ്ട്, അനവധി അസ്ത്രങ്ങൾ ഈ ദേവി തൻ്റെ വില്ലിൽ നിന്ന് വില്ല് കൊലച്ച് അയച്ചു എന്നാണ്. അപ്പോൾ ആ അസ്ത്രങ്ങളെ കൊണ്ട് ഇവയെ മുഴുവൻ ഛേദിച്ചു എന്നാണ്. ശത്രുക്കളയച്ചതായ അസ്ത്രങ്ങളെയൊക്കെ ഛേദിച്ചു. തസ്യ അഗ്രതസ്തതക്കാളി ശൂലപാതവിദാരിതൻ ഖട്വാംഗബാധിതംശ്ചാരീൻ കുർവതീ വ്യചരത്തദാ. ഇനി തസ്യ അഗ്രതഃ, തസ്യ അഗ്രതഃ, അവൾ ആ ദേവിയുടെ മുൻപിൽ തന്നെ, ദേവിയുടെ മുമ്പിലെ കാളി, തസ്യ അഗ്രതസ്തത കാളി തതഃ, അനന്തരം കാളി ദേവിയുടെ മുമ്പിൽ തന്നെ ശൂലപാത വിദാരിതാൻ കുർവൻ, അരികളെ ശത്രുക്കളെ, ശൂലപാത വിദാരിതാൻ ഖട്വാംഗബാധിതാൻ കുർവൻ, അരികളെ ശത്രുക്കളെ ശൂലങ്ങൾ പതിപ്പിച്ച് തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള ശൂലങ്ങൾ എറിഞ്ഞിട്ടും അതുകൊണ്ട് എറിഞ്ഞ് കീറി മുറിച്ചു എന്നുള്ളതാണ്. ഖട്വാംഗം എന്നുള്ളതായിട്ടുള്ള ശസ്ത്രവിശേഷം, അതുകൊണ്ടും എല്ലാം പാതിതാൻ മുറിഞ്ഞവരായിട്ട് കീറി വീഴ്ത്തപ്പെട്ടവരായി, അരീൻ കുർവതി അരികളെ ശത്രുക്കളെ അപ്രകാരമാക്കിക്കൊണ്ട് വ്യചരത് തഥാ മുമ്പിൽ സഞ്ചരിച്ചു എന്നാണ്. ദേവിയുടെ മുമ്പിൽ ഈ കാളിയും സഞ്ചരിച്ചു, ആളുകളെ വീഴ്ത്തിക്കൊണ്ട്, ശത്രുക്കളെ വീഴ്ത്തിക്കൊണ്ട്. കമണ്ഡൽ ജലാക്ഷേപ ഹതവീര്യൻ ഹതൗജസ ബ്രഹ്മാണി ചാകരോച്ഛത്രൂൻ ഏന സ്മധാവതി. കമണ്ഡലു ജലാക്ഷേപം, കമണ്ഡലുവിലെ, കമണ്ഡലു ജലപാത്രമാണല്ലോ, ബ്രഹ്മാവിൻ്റെ കമണ്ഡലു അക്ഷമാലയൊക്കെയാണ്, അതൊക്കെയാണ് ബ്രഹ്മാണിക്കും. അപ്പോൾ അതൊക്കെ ബ്രഹ്മാവിൻ്റെ വേഷത്തിൽ തന്നെയാണല്ലോ ബ്രഹ്മാണിയും. അപ്പോൾ ആ ബ്രഹ്മാണിയുടെ കയ്യിൽ കമണ്ഡലു ആണുള്ളത്, കമണ്ഡലു അക്ഷമാലയാണ് ഉള്ളത്. അപ്പോൾ ആ കമണ്ഡലുവിലെ ജലം തെളിച്ചു ഇവരുടെയൊക്കെ മേലെ, ശത്രുക്കളുടെ മേലെ തെളിച്ചപ്പോൾ അവർക്കൊക്കെ ശക്തിയും ഓജസ്സും ഒന്നും ഇല്ലാണ്ടായി എന്നാണ്. അതാണ് കമണ്ഡലു ജല ആക്ഷേപം, കമണ്ഡലുവിലെ ജലം തെളിച്ചത് കൊണ്ട്, ആക്ഷേപം വെച്ചാൽ എറിയല തെളിക്കല എന്നൊക്കെയാണ്. ഹതവീര്യാൻ, ഹതമായിട്ടുള്ള വീര്യത്തോടു കൂടി, വീര്യം നശിപ്പിച്ച്, ഹത ഉജസഹ, വീര്യവും ഓജസ്സും നശിച്ചവരാക്കി, അകരോത് ശത്രുവും ശത്രുക്കളെ ചെയ്തു. ബ്രഹ്മാണി വെള്ളം തെളിച്ചിട്ട് ഇവരുടെയൊക്കെ ഓജസ്സും ശക്തിയൊക്കെ നശിപ്പിച്ചു എന്നാണ്. ഏന സ്മധാവതി, അങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് പോകുമ്പോൾ, അങ്ങനെ പോകുമ്പോൾ അവിടേക്കൊക്കെ ധാവതിയായിട്ട് അങ്ങനെ നടന്നും കൊണ്ട് അവരുടെ ഇടയിലൊക്കെ സഞ്ചരിച്ചും കൊണ്ട് ബ്രഹ്മാണി ഈ വെള്ളം തെളിച്ച അവരുടെയൊക്കെ ഓജസ് നശിപ്പിച്ചു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.